ഹായ് സ്റ്റുഡൻസ്, ഇറ്റ്സ് മീ ഷിഫാന. ഏൺമാർക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, NIOSൻ്റെ എക്സാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ TMAയുടെ പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ. അപ്പോൾ TMA എങ്ങനെയാണ് എഴുതേണ്ടത്, അങ്ങനത്തെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക. പിന്നെ TMA അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയി അപ്ലോഡ് ചെയ്താൽ ഫുള്ളായിട്ട് തെറ്റിപ്പോകും, നിങ്ങളുടെ മാർക്കും പോകും. അപ്പോൾ ഈ അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ 20 മാർക്ക് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആരും തെറ്റിക്കാതെ പ്രോപ്പറായിട്ട് അത് ചെയ്യണം. എങ്ങനെയാണ് TMA PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. എങ്ങനെയാണ് അസൈൻമെൻറ്റും പ്രൊജക്റ്റും കറക്റ്റായിട്ട് PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ അഡോബ് സ്കാൻ എന്ന് പറയുന്നതാണ് ഡൗൺലോഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളതിൽ സ്കാൻ ചെയ്തിട്ടാണ് PDF കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുക. അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ടത്തെ പോർഷനാണ് ഫസ്റ്റ് എടുത്തത്. അതിൽ കീപ് സ്കാനിങ് കൊടുത്തിട്ട് അടുത്തത് എടുക്കുക. നിങ്ങളൊരു 5-6 പേജോ അല്ലെങ്കിൽ ഒരു 10-15 പേജോ എഴുതിയിട്ടുണ്ടാവും. അതെല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് കീപ് സ്കാനിങ് കൊടുത്ത് ഫോട്ടോ എടുത്തോണ്ടേ ഇരിക്കുക. സ്കാൻ ചെയ്ത് അങ്ങനെ ചിലർ അസൈൻമെൻറ്റ് മാത്രമായിട്ട് സബ്മിറ്റ് ചെയ്യും. അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് PDF ആക്കേണ്ടത്. നമ്മൾ പ്രൊജക്റ്റിൻ്റെ ലാസ്റ്റ് പേജും കൂടി ചെയ്തു, എന്നിട്ട് സേവ് PDF. ഓക്കെ, അപ്പം നമ്മുടെ PDF ഇവിടെ സേവ് ആയി. അതെടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു PDF ആയിട്ട് കാണാൻ പറ്റും. എന്താ അസൈൻമെൻറ്റ് എഴുതിയ പേജസ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചിരുന്നതിൻ്റെ കൊണ്ടാണ് ഇതിലൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ PDF ആക്കേണ്ടത്. അതായത് അസൈൻമെൻറ്റ് വേറെ പ്രൊജക്റ്റ് വേറെ ആയിട്ട് PDF ആക്കാൻ നിൽക്കരുത്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് പോകും. ഒരു ടൈം ഇപ്പം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമേ പരിഗണിക്കുള്ളൂ. അപ്പം നിങ്ങളുടെ പ്രൊജക്റ്റ് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഈ 20 മാർക്ക് ആരും നഷ്ടപ്പെടുത്താണ്ട് അസൈൻമെൻറ്റും പ്രൊജക്റ്റും കറക്റ്റായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പ്രൊജക്റ്റുമായിട്ട് PDF ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഒരു പ്രാവശ്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരും മറക്കാണ്ട് കറക്റ്റായിട്ട് തന്നെ ഈ അസൈൻമെൻറ്റ് അതിൻ്റെ പേജസ് ഒരു പേജും വിട്ടുകൊണ്ട് തന്നെ കറക്റ്റ് PDF ആക്കിയിട്ട് പ്രൊജക്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുക, ടീച്ചേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം എല്ലാം ക്ലിയർ ചെയ്ത് തന്നതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഈ 20 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതാരും മറക്കണ്ട. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരും അപ്ലോഡ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ, ഇനിയിപ്പം എക്സാം എടുക്കാൻ പോവുകയാണ്, എല്ലാവരും പഠിക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ പ്രോപ്പറായിട്ട് TMA ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എക്സാം എഴുതാനിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫ്രീ ആയിട്ട് നമ്മൾ കൗൺസിലർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വെറും 6 മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന സമ്പൂർണ്ണ ക്ലാസുകൾ ഇപ്പോൾ ഏൺമാർക്സ് ലേണിംഗ് ആപ്പിൽ ലഭ്യമാണ്. ഈ വർഷത്തെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾക്ക് പുറമെ സ്റ്റഡി മെറ്റീരിയലുകളും പ്രഗത്ഭ അധ്യാപകരുടെ ഏറ്റവും മികച്ച റെക്കോർഡഡ് ക്ലാസുകളും ഉടൻ സ്വന്തമാക്കാം. ഏൺമാർക്സ് ലേണിംഗ് ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അഡ്മിഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടൂ. ഏൺമാർക്സ്, യുവർ പെർഫെക്റ്റ് ലേണിംഗ് പാർട്ട്ണർ.